ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രിയൊക്കെ ആയപ്പോൾ നമുക്കൊരു പൂതി കേട്ടോ. അപ്പോൾ പൂതി തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുഡൊന്നും കഴിക്കണില്ല. അവൻ്റെ ചോറാണ് ഇരിക്കണത് കേട്ടോ. ഉപ്പേരി മാത്രമായിട്ട് തിന്നെയാണ് ആൾ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പ്ലാനിങ് തോന്നിയതാണ്. രാത്രിയായാലും വേണ്ടില്ല, ലേറ്റ് ആയാലും സമയം ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്, എന്തായാലും വേണ്ടില്ല, നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മുടെ ബസ്മതി റൈസ് അത് കുറച്ച് ഇരുന്നായിരുന്നു, അപ്പോൾ അതായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ തക്കാളിയും സബോള, അങ്ങനെ ടൊമാറ്റോ റൈസ് ആകുമ്പോൾ അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ അമ്മ അതായിരിക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. വേറെ നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടിയിട്ട് അരയ്ക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഇടാൻ മറന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ടിട്ട് പിന്നെ ഞാൻ അരയ്ക്കാൻ നിന്നു. അമ്മ അവിടെ സബോളയും കാര്യങ്ങളൊക്കെ അരിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ അമ്മ സബോളയൊക്കെ അരിയുന്നുണ്ട്. നമ്മൾ സബോള എന്നൊക്കെ കേട്ടോ പറയുക, സബോള അല്ല സവാളയാണ്. പിന്നെ ഞാനിതാ അരിയൊക്കെ എടുത്തിട്ട് കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1.5 ഗ്ലാസ് അരിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ടൊമാറ്റോ റൈസ് നമ്മൾ ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ വീട്ടിൽ ചിലപ്പോൾ ചോറൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ വെറുതെ ഇങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് ചോറിട്ടിട്ട് അങ്ങനെ നമ്മൾ പറ്റിക്കലായിട്ട് കുട്ടിക്കൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അതിക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്കും ഇതുപോലെ പറ്റിക്കലായിട്ട് അമ്മി നമ്മളെ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോ റൈസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒരു മസാലയുടെ മണം കിട്ടിയാൽ മതി, നമുക്ക് പിന്നെ അത് ധാരാളമാണ്. അങ്ങനെ ഞാനിത് അരിയൊക്കെ കഴുകിയിടുന്നുണ്ട് കേട്ടോ. എനിക്ക് ചെറിയൊരു മൂക്കടപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വലിക്കുന്നത്. അപ്പോൾ അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ അവിടെ തക്കാളി നുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വലിയ തക്കാളി പിന്നെ ഒരു ചെറിയ തക്കാളിയോട്ട് ചേർത്തേക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്, പേസ്റ്റാക്കി എടുക്കണം. എന്നിട്ട് കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇല്ലേ, അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് നന്നായിട്ടൊന്നും ഫ്രൈ ആവണ്ട, ഒന്ന് മുരിഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ സബോള ചേർത്ത് കൊടുക്കുക. 2 സബോളയായിട്ട് ചേർത്തേക്കണത്. പിന്നെ അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോറി കേട്ടോ, ഞാൻ പിന്നെയും സബോള എന്നാണ് പറഞ്ഞത്, സോറി, സവാള. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇതിന് വേണ്ടല്ലോ. പിന്നെ നമ്മുടെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ചത് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് വെള്ളം ഫോമായി പോയി അരഞ്ഞു വന്നപ്പോൾ, അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇളക്കിയിട്ട് നമ്മുടെ ടൊമാറ്റോ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഓരോന്നും ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കൂട്ടെ. എനിക്ക് ഇങ്ങനെ ഇളക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനതിങ്ങനെ ഇളക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ട് നമ്മുടെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ മല്ലിയില, അപ്പോൾ അത് തന്നെയാട്ടോ പൊട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും സെയിം പ്രോസസ്സ് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പൊടികളൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ, മസാലപ്പൊടികൾ. അപ്പോൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അത്രയും നമ്മൾ ചേർക്കണുള്ളൂ കേട്ടോ. വേറെ കുറേ എക്സ്ട്രാ മസാലപ്പൊടി, ബിരിയാണി മസാല അങ്ങനെയൊന്നും ചേർക്കണമൊന്നുമില്ല. അപ്പോൾ വളരെ കുറച്ച് മസാല മാത്രമേ ചേർക്കണുള്ളൂ. അങ്ങനെ അതൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് അരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ മസാലയുടെ പച്ചമണം വരണ വരെ നമ്മളിതാ അങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ 1.5 ഗ്ലാസ് അരിയാണ് നമ്മളിതിലിടുന്നത്. അപ്പോൾ 1.5 ഗ്ലാസ് അരിക്ക് 2.25 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അങ്ങനെ അതൊന്നും കൂടി ഈ അരിയും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലയൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ യോജിപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് ഫൈനലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 2.25 ഗ്ലാസ് വെള്ളം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡവറിൽ ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് അമ്മ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിൻ്റെ ശേഷം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം കേട്ടോ, എന്നാലാണ് ചോറിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ. അങ്ങനെ അതൊക്കെ വെച്ചതിൻ്റെ ശേഷം ഇനി ഫ്രീ ആയല്ലോ. അപ്പോൾ ഒരൊറ്റ വിസിൽ വന്നാൽ നമ്മുടെ സംഗതി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഹോളിൽ വന്നപ്പോൾ ഗ്രീഷ്മത അവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. ആദ്യം പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് പോരില്ല കേട്ടോ, എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ വലിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ക്ഷമ വേണമല്ലോ, അത് ആവാനുള്ള ക്ഷമ ഇല്ല കേട്ടോ ആൾക്ക്. ആളിപ്പോൾ ഈ കർക്കിടക മാസമായിട്ടുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ 4-5 ദിവസമായിട്ട് നമ്മൾ മീനൊന്നും വാങ്ങണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആൾ ഫുഡും കഴിക്കണില്ല കേട്ടോ. അങ്ങനെ വിസിലൊക്കെ വന്നപ്പോൾ വിസിൽ ആവിയൊക്കെ പോയപ്പോൾ ഞാൻ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സംഗതി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്കതൊരു പാത്രത്തേക്ക് മാറ്റാം കേട്ടോ. ഒരു ബേസണിക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടാറണമല്ലോ, നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ ചൂടോടുകൂടി കഴിക്കാൻ ആഹാ എന്താ ടേസ്റ്റ് എന്നറിയോ. അപ്പോൾ നമ്മളിതാ ആദ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ വേഗം ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ അവന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ നല്ല അടിപൊളി സാലഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് അവന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനും കഴിച്ചു, പിന്നെ ഗ്രീഷ്മയും കഴിച്ചു, ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വിചാരിച്ച പോലെ ഒന്നല്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ രാത്രിയത്തെ വിശേഷം കേട്ടോ. അപ്പോൾ രാത്രി ഇപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ റൈസ് ആയിരുന്നു. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.